വീഡിയോ ക്ലാരിറ്റി ഇല്ല, ശരിയാണ്. ഞാനൊരു സാംസങ് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ബട്ട് എനിക്ക് ഐഫോണിലൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് നമ്മൾക്ക് ഐഫോൺ ഇല്ല. പക്ഷെ നമുക്ക് ഈ വീഡിയോ എടുക്കണമെന്നുള്ള തൊര അവിടെ അടക്കി വെക്കാൻ പറ്റാത്തതിനിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കുറേ കാലമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടൽ തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ സക്സസ് ആയിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. ഹായോ, വെൽക്കം ബാക്ക് കുതിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അതായത് ഓണൊക്കെ കഴിഞ്ഞു. ഓണത്തിന് ഇനി ഒരു മാസം കൂടി കഷ്ടിച്ചുള്ളൂ. അപ്പോൾ ഓണക്കില്ലേ, അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്യാമല്ലോ. ഔട്ട്ഫിറ്റ് ഒന്നുമില്ല, നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ള സാരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേക്ക് ഓവറൊക്കെ ആയിട്ട് ഒരു ജസ്റ്റ് വീട്ടിനകത്ത് തന്നെ രാത്രിയാണ് ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഔട്ട്ഫിറ്റ് സെറ്റ് ആയിക്കൊണ്ട് എടുക്കണം. അപ്പോൾ പറ്റ ചുളിഞ്ഞിട്ടുണ്ടാവും സാരി, പറ്റ ചുളിഞ്ഞ് പറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തേച്ച് മേടിക്കണം. ഫസ്റ്റ് ഒരു കവറിലായിട്ട് ആകെ ചുണ്ടുകൂടി കളിക്കുന്നു. അപ്പോൾ ഇത് ശരിയാക്കിയിട്ട് ഇത് ഉടുക്കണതും മേക്കപ്പിൻ്റെയും അങ്ങനെ വീഡിയോസ് എടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറണ്ടൊക്കെ പോകാൻ അറിയില്ല, കാരണം ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ പ്ലാൻ ചെയ്താൽ അപ്പം തന്നെ കറണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ വീഡിയോസ് പകുതിപ്പേച്ച് നിർത്തിയിട്ടുണ്ട് പലതാണ് ഞാൻ. സോ എന്നാലും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ആക്കാം. ഓക്കെ, തേച്ച് ഉണ്ടാക്കലാണ് കുറച്ച് പാട്. തേച്ച് കിട്ടിയാൽ പിന്നെ ഉടുക്കാൻ കുറച്ച് എളുപ്പമാണ്. ഞാനൊരു താവളി പോലെ എടുക്കാനാണ് വിചാരിക്കണം. എല്ലാവരും തേച്ച് ഞാൻ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ സുഖമാക്കാം സാരി തേക്കാനായിട്ട്. ഇത് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ തന്നെ ഫുള്ള് തേച്ച് കംപ്ലീറ്റ് സാരി അതിന് ചെയ്യാൻ ഈസി ആയിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അതിന് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ തേച്ചത് ഇങ്ങനെ വരും, നമ്മൾ ഫോൾഡിങ്ങിൽ വരും. അപ്പം തേച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഡ്രൈപ്പ് ചെയ്യാം. അപ്പോൾ ഡ്രൈപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ഉടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഉടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മീൻസ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണ്, അല്ലാതെ ഓണം ഇതല്ല. എപ്പോഴും ഓണത്തിന് ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനൊരു ട്രഡീഷണൽ ആയിക്കാണ്ട് ഒരുങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സാരി പിന്നെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാം. പക്ഷെ മേക്കപ്പിന് ഇന്ന് കാര്യമായിട്ട് ഞാൻ ചെയ്യണില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടാം, കുറച്ച് ഹൈലൈറ്റർ അങ്ങനെ എന്തെല്ലാം എടുത്ത ഫേസ് ജസ്റ്റ് ഫോട്ടോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ആക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാം. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഫോണിൽ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒക്കെ ഷൂട്ട് ചെയ്യും. പക്ഷേ ഫോണിൽ സ്പേസ് ഇല്ല. പിന്നെ മറ്റേത് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് മെസ്സേജ് തരും. അപ്പോൾ പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാർട്ടായിട്ട് ചെയ്യേണ്ടത്. പിന്നെ എല്ലാവർക്കും ചിലർക്കൊക്കെ ബോറടിക്കും ചെയ്യണ്ടാവും ഇങ്ങനെ കുറേ നേരത്തെ വീഡിയോസ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു 7-8 മിനിറ്റ് മാക്സിമം പോയാലുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് വിചാരിക്കുന്നത്. കുറേ കാലമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടൽ തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ സക്സസ് ആയിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. സോ ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നു സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. 5 കൊല്ലമായിട്ട്, കുറേ കാലം എന്ന് പറയുന്നത് 5 കൊല്ലമായിട്ട് ഇങ്ങനെ ഇടക്കും തലക്കൊക്കെ ആയിട്ട് വീഡിയോസ് വെച്ചാൽ ഒരു സമയത്ത് നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പഠനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ടൈം കിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് ഇനി കാണാം. സോ ഗൈസ്, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അത് നാടൻ പെൺകുട്ടി ലുക്കാണ് കേട്ടോ. അത് വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല. അത് എനിക്കിത് ഇഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് ടു അഡ്മയർ മൈസെൽഫ്. ബട്ട് ഈ പൂവിനെ കുഴപ്പമില്ല. ഇപ്പോൾ 2 മുല്ലപ്പൂ നമ്മുടെ കയ്യിലുണ്ട്. വി ആർ ക്രിയേറ്റിംഗ് എ ലുക്ക്. മുല്ലപ്പൂ ഒക്കെ ഇട്ട് നമുക്ക് ഇനി മുല്ലപ്പൂ ഹെയറിൽ സെറ്റായി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ. വെക്കാം. ഇതാ മുല്ലപ്പൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വൃത്തിയായിക്കോളാം എനിക്കറിയില്ല, ഞാൻ തന്നെ വെച്ചത്. പിന്നെ അവിടെ കൂടി കുറേ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവട്ടെ, കാരണം മുന്നേ ആ മുടി സെറ്റാക്കാൻ കുറച്ച് പണിപ്പെട്ടു. അപ്പോൾ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. എന്തൊരു ഫ്രഷ് ഫീലാട്ടെ. ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ വെക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ നൂല് ഇതവിടെ കിട്ടും. ഈ നൂല് വെട്ടിയാൽ പിന്നെ ഈ പൂക്കളൊക്കെ ചാടിപ്പോയും ചെയ്യും. അങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ മുല്ലപ്പൂ വെച്ച് ഇനി എന്തോ ഒരു കുറവുണ്ടില്ലേ, ഓർണമെൻറ്റ്സിൻ്റെ കുറവാണ്. അപ്പോൾ ഓർണമെൻറ്റ്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഓണം ലുക്ക്. ഇനി വീഡിയോ തീരെ ക്ലാരിറ്റി ഇല്ല. ബട്ട് വീഡിയോ കാണാതെ പോയിട്ട് ഫുള്ളായിട്ട് വീഡിയോ ക്ലാരിറ്റി ഇല്ല, ശരിയാണ്. ഞാനൊരു സാംസങ് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ബട്ട് എനിക്ക് ഐഫോണിലൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് നമ്മൾക്ക് ഐഫോൺ ഇല്ല. പക്ഷെ നമുക്ക് ഈ വീഡിയോ എടുക്കണമെന്ന് തൊര അവിടെ അടക്കി വെക്കാൻ പറ്റാത്തതിനിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് വീഡിയോ കാണാതെ പോകരുത്. പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് ഞാൻ ഓർണമെൻറ്റ്സും കൂടി ഇടാം. എൻ്റെ കയ്യിൽ എന്താ ഈ ഒരു ഇയറിങ്സ് ഇടാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഉണ്ടാവും ഈ ഒരു ഇയറിങ്സ് നല്ല ഇതിൽക്കാൻ വെച്ച് കുറച്ചുണ്ടാവും എന്ന് എനിക്ക് തോന്നണു. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ഇയറിങ്സ് ഇടാനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇതിടും. ഈ ഒരു ഹാങ്സ് എന്തായാലും ഇടും. ഞാൻ കയ്യിലിടാൻ വള അങ്ങനെ 2 ബാംഗിൾസ് മാത്രം ഇടാൻ വിചാരിക്കണം. അപ്പോൾ കുറച്ചൊരു സിമ്പിളാവും, പക്ഷെ നല്ല രസം ഉണ്ടാവും കാണാൻ. അങ്ങനത്തെ ലുക്ക്. പിന്നെ ഒരു നീളം മാലയാണ്. 2 കാണാമല്ല, കിട്ടിയാൽ അതിടും.
അല്ലെങ്കിൽ സാധാരണ നെക്ലസ് പോലുള്ള മാല ഇടണം. അങ്ങനെയൊക്കെയാ. ഇത് എന്ത് തകരാറ് പോലെ ഉണ്ട് കേട്ടോ. നിൽക്കട്ടെ, വേറെ സെറ്റായും തോന്നുന്നു കുറേ വട്ടം പറയുന്നത് തോന്നണം. ഒന്ന് ഒരുങ്ങാനുള്ള പാടേ. ഇങ്ങനൊരു മാലയാണ് നമ്മൾ ഇടുന്നത്. ഇതൊക്കെ ചേരുമോയെന്നറിയില്ല, നോക്കാം. പക്ഷെ ആദ്യം മാല ഇടണേ. തലവഴി കൊള്ളുമോ? കൊണ്ട് ഇതാ വളയും ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ലുക്ക്. കുറച്ചും കൂടി മുടി മുന്നിക്ക് വന്നോട്ടല്ലേ, അതുള്ള അതിൻ്റെ ഇത് കുറച്ച് ബാക്കിൽ നിന്ന് എടുക്കാം. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു തമിഴ് ട്രഡീഷനൊക്കെ പോയി തോന്നുന്നു. ഞാൻ കേരള ട്രഡീഷനും അല്ലാത്ത തമിഴ് ട്രഡീഷനിലേക്ക് മാറിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ട്രഡീഷണൽ ലുക്കല്ലേ. പിന്നെ എപ്പോഴും ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് ധാവണിയൊക്കെ സെറ്റാണ് ഫോട്ടോ എടുക്കില്ല. അപ്പം ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. എനിക്ക് ലുക്ക് ഇഷ്ടമായിട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു തമിഴ് ട്രഡീഷനൊക്കെ പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും ഒരു ട്രഡീഷണൽ ലുക്കാണ്. സോ അതിനെ നിങ്ങൾ റേറ്റ് ചെയ്യുക എത്രത്തോളം നമ്മൾ ട്രഡീഷണൽ ലുക്ക് എത്തിയെന്നുള്ളത് കേട്ടോ. ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ദിസ് ലുക്ക്. പക്ഷേ ഈ മുല്ലപ്പൂൻ്റെ നൂല് കാണുമ്പോൾ ഒരു മാതിരി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ബൈ ബൈ. പതുക്കെ വാ, അല്ലെങ്കിൽ വീഡിയോ ഇളകിയിട്ട് ഒന്നിനുണ്ടാവില്ല. കുറച്ച് സ്ലോ മോലൊക്കെ വാ. അങ്ങനെ കേട്ടോ, നിൽക്കേ